ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതാ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്ന് എന്തോ ഒരു കൊറിയർ വന്നതാണ് കേട്ടോ. അവരത് പുറത്ത് വെച്ചിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേട്ടോ ഞാനൊന്ന് കാക്കവാനേനെ ഇപ്പോൾ പൊട്ടിച്ച് നോക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ എനിക്ക് പറ്റിയില്ല പൊക്കിയെടുത്ത് അകത്തേക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്ക കല്യാണത്തിന് മുമ്പ് ഡെയിലി ജിമ്മിലൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക പറയും ജിമ്മ് വിട്ടിട്ടുള്ള ഒരു കളിയും ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ജിമ്മ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഇപ്പോൾ അതേ സഹി കെട്ടി ഇക്കാക്ക വീടൊരു ജിമ്മാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടോ. അപ്പോൾ അതേ പയ്യെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഓൺലൈനായിട്ട് ഒരു സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലിതാ വെയിറ്റ് ചെയ്യുന്നുള്ള മറ്റു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ വലിയ കാര്യത്തിന് അറിയാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ അത് ഇക്കാക്ക ഓരോന്ന് എടുത്ത് നോക്കുന്നുണ്ട്. ഇക്കാക്ക വന്ന ടൈമിൽ തന്നെ ഞാൻ വേഗം അത് പൊട്ടിച്ചിട്ട് എനിക്കത് പൊട്ടിച്ച് നോക്കാനുള്ള ക്ഷമ തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പറിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായ സാധനങ്ങളാണ് ഇതെല്ലാം. ഇതേ ഒരു ബാഗാണ് കേട്ടോ. ബാഗ് എന്തായാലും കുഴപ്പമില്ല, നല്ല ബാഗാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഇക്കാക്ക എന്തോ 2 സംഭവങ്ങളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിനിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇതെല്ലാം. പിന്നെ അതൊക്കെ കയ്യിലിടുന്ന ഗ്ലൗസ്, അതെല്ലാം ഫസ്റ്റിന് ഞാനിട്ട് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഇട്ട് നോക്കാൻ കേട്ടോ. അങ്ങനത്തെ ഇതുപോലെ ഒരു ഗ്ലൗസ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഇക്കാക്ക അതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇക്കാക്കും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാം ചടപ്പടയെന്ന് പറഞ്ഞിട്ടൊക്കെ സെറ്റാക്കി വെക്കണം കേട്ടോ. അങ്ങനെ അത് ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നേ. നമുക്കൊന്നും പറ്റില്ല. പിന്നെ ചെയ്തിട്ടുള്ള ചിലപ്പോൾ നമുക്ക് പറ്റിയായിരിക്കാം, പക്ഷേ എനിക്ക് പൊക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടാണത് കൈ നമുക്കിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്ന ഒരു സമയത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. പേര് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞത് അടുത്തതും ഇക്കാക്ക് ഇതുപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് ഞാനിങ്ങനെ എടുത്ത് നോക്കുന്നൊക്കെയുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരെണ്ണം സെറ്റ് ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയണം ഗൈസ്. അങ്ങനെ ഇതൊക്കെ കാണിക്കാനെ കണ്ട് കൊതിയായി ഇപ്പം ഞാനും മേടിച്ച് കാണിച്ചതാണ് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല ഗൈസ്, എനിക്ക് അത്ര വലിയ ശക്തിയൊന്നുമില്ല. അത് കണ്ടത് ഈ സാധനം കൂടി അങ്ങനെ എടുത്തത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.